ഫ്രണ്ടിക്ക് പറയണത് കേൾക്കണില്ലേ? ആ കുട്ടികളൊക്കെ സീറ്റ് മിക്ക നിർത്തിക്കോട്ടാ, സീറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റിക്കോളെ, അല്ലെങ്കിൽ അവർക്കൊന്നും കാണൂല. നമുക്ക് വലതുവശത്തൊരു കോളുണ്ട്, അതിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലേനെ കാണാൻ പറ്റും. എല്ലാരും കണ്ടില്ലേ? ബാക്കി ഇതൊന്നുമില്ല. ഇവിടെ ഏതൊക്കെ ആൾക്കാരെ ഓപ്പൺ ഡെക്കറായിട്ട് ട്രിവാൻഡ്രത്തും കോഴിക്കോടത്തിൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനത്തെ 2 വർഷമായിട്ട് സർവീസ് എടുക്കാൻ നമുക്കിവിടെ വേറെ ഇലക്ട്രിക് ബസ് ഉണ്ട്. ടിക്കറ്റ് കൊണ്ട് ആ ബസ്സിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടേക്ക് വന്ന് കാണാം. കണ്ടിട്ട് ആ പോയിന്റിൽ നിന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് നടന്നു പോലും എളുപ്പമല്ല. നടക്കണമെങ്കിൽ മൊത്തം 4 കിലോമീറ്റർ ഉണ്ട്. ഇത് തന്നെ ഫുൾ റൗണ്ട് 4 കിലോമീറ്റർ വരുന്നുണ്ട്. നടക്കുമ്പോൾ 1 മണി കൂടും. കടവഴി എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് വലതുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മാനുകളെ കാണാൻ പറ്റും. ഏതാ ഇവിടെ തന്നെ പട്ടികളി ചാടി ഇവിടെ തന്നെ പട്ടികൾ കയറിയിട്ടില്ലേ? ഈ ഒരു സൂവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാണ് കൂട്ടില്, അവരൊക്കെ പുറത്താ. അപ്പൊ വെയില് കൂടുമ്പോ ഇവര് ചിലപ്പോ തണലത്തേക്കൊക്കെ മാറി നിൽക്കും. ഇവിടെ സാധാരണ സൂല് വന്ന പോലെ മൃഗങ്ങളെ കണ്ടുപോകാൻ ബുദ്ധിമുട്ടാ. നമുക്ക് ഏതെങ്കിലും എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്ത് തന്നെ നോക്കിയിട്ട് വേണം കണ്ടു പോകാൻ വേണ്ടിട്ട്.
ചോദിച്ചായിരുന്നു ഞാൻ കണ്ടുപിടിക്കുന്നത് എവിടെയാണെന്നുള്ളത്. എന്നിട്ട് വേണം അനൗൺസ് ചെയ്യാൻ വേണ്ടി. ലഞ്ച് കഴിഞ്ഞിട്ട് കിടക്കുന്ന അവിടെ. അവരല്ല കേട്ടോ, അവരല്ല നമ്മളീ നമ്മൾ അവർ നോക്കും. ഇതിലിപ്പോ വീഡിയോ എടുക്കാൻ അനിമൽസില്ല, അപ്പൊ നമ്മള് മാത്രം ഇറങ്ങിയില്ലെങ്കിൽ നോക്കില്ല. വലതുവശത്തേക്ക് നോക്കി കഴിഞ്ഞാല് മ്ലാവുകളൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ? സാധാരണ കൂട്ടത്തോടെ നടക്കണതാ. ഇപ്പൊ ഈ വെയിലിന്റെ ഒരു കാരണം കൊണ്ടാണ് ഇവരൊക്കെ മാറി നിക്കണേ. കണ്ടില്ലേ മാവ്? അതിന് ചോട്ടിലും മാവും. എല്ലാരും കണ്ടില്ലേ? ഇവിടെ നിറച്ച് കൂട്ടം കൂടി നടക്കണതാ. അത് കണ്ടില്ലേ? ഒരു ബബിളൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ഇതിനാണ് എല്ലാരും കണ്ടില്ലേ? മാഡം ഈ ഒരു സൂവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാടിന്റെ ആവാസ വ്യവസ്ഥയിലാണ് സൂ നിർമ്മിച്ചേക്കണത്. മുന്നൂറ്റി ഏക്കറോളം ഇതിനുള്ളിൽ വിസ്തൃതി ഉണ്ട് ഈ സൂ മൊത്തം. ഞങ്ങൾ 3 പേരും വന്നില്ലേ മുടിക്ക്? പോയാണ് ഇനി നമുക്ക് ഒരു ഭാഗ്യപരീക്ഷണാണ്. ഭാഗ്യപരീക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പുല്ലിൽ കാണാൻ പറ്റും. നിരാശപ്പെടണ്ട, കണ്ടില്ലെങ്കിൽ അറിയാം. മനസ്സിലായില്ല. അന്നിന് ആദ്യം തന്നെ വന്നിട്ട് കാണാം, നടന്നു വന്നിട്ട് എന്നെ കാണാം. ആ കുടം ഉണ്ടാവണം, ആ മുളക് കമ്പ് നിൽക്കില്ല, അതിൻ്റെ അവിടെ
ഇതാണ് അവിടെ കണ്ടാ കണ്ടില്ലേ ഞങ്ങൾ അയ്യാ എനിക്ക് ഭാഗ്യല്ലേ കണ്ട അത് കണ്ട 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 ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നോക്കിക്ക് ഇപ്പൊ നോക്കിയാൽ ലഞ്ച് ഇറങ്ങുന്ന സമയം നോക്ക് കണ്ട ഞാനതല്ലേ കണ്ട കാരണല്ലേ കണ്ടുവന്ന് കണ്ട പറ്റിച്ച് അവിടെ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പുള്ളിപ്പുലി ഫുള്ളാക്കാൻ പറ്റിയ സമയം ഫുള്ളാക്കാൻ പറ്റുന്ന അതിലെ പുള്ളി ഉള്ളത് പുള്ളിപ്പുലി വരയുള്ളത് വര അവിടെ ഒരു കൂട് കാണാം. ആ കൂടിന്റെ താഴ്ത്തിക്ക് നോക്കിയേക്കാൻ ഈ മരങ്ങൾ കണ്ട മരത്തിന്റെ നേരെ ഒരു കൂടുണ്ട് അതിന്റെ താഴെ നോക്കി നോക്കിയാൻ ആ മരത്തിന്റെ താഴല്ലേ ഞാൻ അവിടെ നോക്കട്ടെ എടാ ആ വാലാട്ടുന്നതല്ലേ എടാ അത് അത് നന്ദി കൊണ്ട് വാലാട്ടുന്നതാ. ആശി കണ്ടില്ല ബൈനോക്കുലർ അല്ലേ ഇവിടക്കൊക്കെ വരുമ്പോ ശരിക്കും നോക്ക് കണ്ണൊക്കെ പോകാനാണോ സൂര്യന്റെ ചൂടുണ്ട്. ഷെഫി കണ്ടില്ലടാ രണ്ട് പറ്റിയ ഡ്രസ്സുള്ള ചേച്ചിമാർ ഞങ്ങൾ കണ്ട് കണ്ടില്ലേ പോവല്ലേ കണ്ടില്ല ഞങ്ങളൊക്കെ കണ്ട് ബാക്കിൽ നല്ലട്ട കാണും. സാധാരണ വെയിലൊക്കെ കുറഞ്ഞ സമയത്ത് ഈ മരത്തുമ്പോ കയറി വയ്ക്കാറുള്ളതാ. ഒറ്റപ്പെട്ട് അങ്ങനെ മരം കണ്ട രണ്ടെണ്ണുണ്ട്, ഒരു പുള്ളിലുണ്ട് ഒരു വരളുണ്ട്. ആ ഗേറ്റിന്റെ താഴ്ചക്ക് നോക്കി കാണാൻ പറ്റേ. ആ ഞങ്ങൾ കണ്ടു ഇവിടെ ഗേറ്റ്. അവിടെ ഒരു ഗേറ്റ് കണ്ട അതിന്റെ താഴ്ചക്ക് നോക്ക്. ആ വെള്ളം വീണ ഭാഗത്ത് ഒരു ഗേറ്റ് കാണാം. ആ ഗേറ്റിന്റെ താഴെ നോക്കി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട്. കണ്ട ഇപ്പൊ കണ്ട എണീറ്റുണ്ട്, പുലി എണീറ്റുണ്ട്. ഇപ്പൊ കണ്ട എല്ലാരും കണ്ട അഴിച്ചു കൊണ്ടടി ഈ എന്താ നോളല്ലേടാ ബാക്കിലുള്ളത് കണ്ടില്ലേ? വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് കാണാം. അപ്പൊ ഇവിടുന്ന് കാണുന്നില്ല, അവിടെ കാണാം. കുറച്ചുകൂടെ ഇവിടെ നിർത്തിയപ്പോ കാണാം. അല്ല നമ്മളെ കണ്ണിന്റെ പവറൊക്കെ പോയി. ആ കണ്ട് ഇവിടുന്ന് കാണില്ല, മരളായതുകൊണ്ടേ. കുട്ടികൾക്ക് പിടിച്ചിരിക്കുന്നു. രാവിലെ 9-6 കാണാം. ചിലപ്പോ അവര് പുലികളായിരിക്കും.
ആ കാട്ടുപോത്ത് ഇടണ കാട്ടുപോത്ത് കാട്ടി കാട്ടി ആറ്റതുണ്ട് ഇതാണ് അവിടെ എല്ലാവരെയും അങ്ങോട്ട് നോക്കി എന്നെ നോക്കാം. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ കാട്ടുപോത്തിനെ കാണാം. ഇനി അവിടെ കാണാത്തൊരു ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. കാട്ടുപോത്തിനെ കണ്ട് അതിപ്പോ നമ്മളെ പോത്തിന്റെ പോലെ ഇനി അവിടെ എണീറ്റുണ്ട്. അവിടെ തന്നെ എണീറ്റ് നിൽക്കണ്ട്. കാട്ടിനാണ് കാട്ടി ആ കണ്ടു രണ്ടെണ്ണം ഇടയ്ക്ക് അവിടെ ഇറക്കാൻ കൊണ്ടിരുന്നല്ലേ ആ ടിങ് ടിങ് പൊട്ടെ 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 പിടിച്ചോട്ടാ വീണ ഞങ്ങളൊക്കെ ചിരിക്കും. ഈ പന പോലത്തെ നല്ല ഇഷ്ടമായി. ഇതിന്റെ നല്ല റെഡ് അവിടെ വെച്ചുള്ളത് ഈ പന പോലത്തെ ഇത് നല്ല രസമില്ല. റെഡ് അവിടെ ഉണ്ടാവും. അതാ റെഡും മഞ്ഞ നല്ല രസമുണ്ട്. ഇനി കാണാത്തൊരു ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിയാണ്ടി. കൂടിന്റെ ഉള്ളിലേക്ക് നോക്ക്. ഇങ്ങോട്ട് നോക്കി നിൽക്കണ നിങ്ങളെ നോക്കിട്ട് അവര് നിങ്ങളെ നോക്കണേ. അത്ഭുതത്തോടെ എന്താ കറുപ്പല്ലേ എണ്ണക്കറുപ്പ് എന്ത് കറുപ്പായിട്ട് കറുപ്പ് കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വളർന്നു ഞാൻ നല്ല രസമാണ്. ഇനി ഞങ്ങളെ ആ മലമുകളില് ഒരമ്പലം കണ്ട അമ്പലാണ് കേരളം എന്നറിയപ്പെടുന്ന ചോച്ചരികുന്ന് ക്ഷേത്രം. നല്ലൊരു വിഷയില് വേറെ കാണിച്ചേ. കുറച്ചുകൂടി നീങ്ങുമ്പോ ഇനി നിങ്ങളെ വലതുവശത്ത് നോക്കി കഴിഞ്ഞാലേ ഒട്ടക പക്ഷിനെ കാണാൻ സാധിക്കും. ഒട്ടക പക്ഷി ഇപ്പൊ ആളവിടെ ഇരുന്നു. അവിടെ തല നിൽക്കണ കണ്ട ആ പാറക്കൂട്ടത്തിന്റെ അവിടെ. ഇപ്പൊ ഞാൻ ഗേറ്റിന്റെ അവിടെ വേറെ ആള് നിൽക്കുന്നുണ്ട്. അതെ തല കണ്ട തല കണ്ട നമ്മളെ നേരത്തില് അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തലവാറ്റയാണ്. ഒന്നുണ്ടാ ഒട്ടക പക്ഷിനെ ഒട്ടക പക്ഷിനുണ്ടാ
എടി വെച്ച് ഈ വട്ടപ്ര തൊട്ടപ്പുറത്ത് 3 പാറ എടുക്കണുണ്ടോ? 3ാമത്തെ പാറയാണ് തല പൊന്തിക്കണല്ലോ. ആ ഗേറ്റിന്റെ അവിടേക്ക് നോക്കി കഴിഞ്ഞാല് ഒരാള് പുറത്തേക്ക് പതുക്കെ നടന്നു വരുന്നുണ്ട്. ഒരാളല്ല, ഇനി കാണാത്തൊരു ഒന്നുകൂടി വലുത് വെച്ച് നോക്കിയൊക്കെ. അതിന്റെ പേരെന്താണെന്നറിയോ? അത് രണ്ടും ഫീമെയിലാണ് കേട്ടോ. എല്ലാരും കണ്ടില്ലേ? അവർക്ക് ഓരോ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നോക്കി കഴിഞ്ഞാൽ രണ്ടിനും കാണാൻ സാധിക്കും. ഇനി അങ്ങോട്ട് നോക്കി കഴിഞ്ഞാലേ 2 പക്ഷിനും കാണാൻ സാധിക്കേ. ഇതുപോലെ അവിടെ വെള്ള നിറത്തിലുള്ള പക്ഷിനെ കണ്ട, വെള്ള നിറം ചാര നിറത്തിലും. ആ വെള്ള നിറത്തിലുള്ള പക്ഷിയുടെ പേരാണ് റിയ, മറ്റേത് എമോ. ഇനി വെള്ളത്തിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്പോനെ കാണാം. ഇപ്പൊ അത് വെള്ളത്തിൽ മുങ്ങി കിടക്ക, പൊങ്ങുമ്പോ കാണാം. രണ്ടെണ്ണം ഉണ്ടാവും. രണ്ടെണ്ണത്തില് അമ്മയും കുഞ്ഞാണ്. അവിടെ കിടക്കണ്ട ആ പദവനാണ് അവിടെ ആ ഭാഗത്ത് കണ്ട അത് ശ്വാസോടൊപ്പം കൊണ്ടിട്ടോടെ കണ്ട ഒരു നിഴല് പോലെ കണ്ട അവിടെ അല്ല അവിടെ ബബിൾസ് വരുന്നുണ്ട്. ശ്വാസം വിടുന്നത് കണ്ട ബബിൾസ് കണ്ട ഇല്ലേ? എല്ലാരും ഫ്രണ്ടിക്ക് നോക്കിയേ. കണ്ട് രണ്ടുപേരുണ്ടേ, ഇപ്പൊ ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് കുഞ്ഞാണ്, അമ്മ വരും. രണ്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാവാ. അപ്പുറത്തെ അടുത്ത് തോന്നുന്നുണ്ട്.
അവിടെ കുഞ്ഞി അവിടെ ഉണ്ട്. എല്ലാരും കണ്ടില്ലേ? ആ കണ്ടു. പോട്ടെ പോട്ടെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെ. ഇനി നമുക്ക് ഇടതുവശത്ത് കുറച്ച് ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ആ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ അനിമൽസിന്റെ ഹോസ്പിറ്റല്. വരുന്ന എല്ലാ മൃഗം ആദ്യം ക്വാറന്റൈനിൽ നിർത്തിയിട്ടായിരിക്കും ഈ സ്ഥലമായിട്ട് പൊരുത്തപ്പെട്ട അവർക്ക് മാറ്റാം കൂട്ടുകളിലേക്ക്. ഹോസ്പിറ്റലിലാവൂലേ? ഹലോ, കാണാത്തവരെ വലതുവശത്തേക്ക് നോക്കി, കൂട്ടിൽ പുലിക്കുണ്ട്. ബാക്കിൽ നിന്ന് കാണാൻ പറ്റുമോ? പുലിനെ കണ്ടോ? പുലി അത് കുഞ്ഞൊരു പുലിക്കുട്ടിയാണേ. അതെ, അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ വളർത്തുന്ന ഒരെണ്ണം പറഞ്ഞില്ലേ, ആ കണ്ണ് കാണാത്തൊരു ഒരെണ്ണില്ലേ, അതാണ്. ഇനി അതിന്റെ തൊട്ട് വലതുവശത്തെ കൂട്ടില് കരടി ഉണ്ടാവും. കരടി അതെ, നിർത്തി തരാം. വെറുതെ ഒന്നല്ല, നിങ്ങൾ ബാക്കിൽ കണ്ടില്ല. ബാക്കിൽ കണ്ടില്ലേ? നിങ്ങൾ ഇത്ര ബാക്കിൽ കരടിനെ കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ കരടി ഉണ്ടായിരുന്നു. പുലിനുണ്ട്. പുലിയുടെ അടുത്ത് തന്നെയാണോ? അല്ല, ഇപ്പുറത്തെ വീട്ടിൽ തന്നെയായിരുന്നു. അതെ, മക്കള് കണ്ടില്ലേ? ഈ മോള് അതാണ് ഈ ക്വാറന്റൈനിൽ. ഇനി അങ്ങോട്ട് തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരടിക്കുട്ടിനെ ചിലപ്പോ കാണാൻ പറ്റും. കുട്ടിക്കരടിനെ കൊണ്ടുവന്നായിരിക്കില്ല പറഞ്ഞപ്പോ. ഇനി ബാക്കിലുള്ള കാര്യം പുലിനുള്ള പരാതി വരുന്നില്ലേ?
മംഗള മനസ്സിലായി ആ കണ്ണ് അതല്ല അല്ലേ മംഗള മംഗളല്ല മംഗള പക്ഷെ അതല്ലേ ഇത് പറഞ്ഞ ചെറിയ കുട്ടികൾ മംഗള കൂടെ അതിൻ്റെ കൂടെ ആൾക്ക് 6 മാസം ഇനി എല്ലാവരെയും പുറകിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട അമ്പലം ഒന്നും കൂടി അടുത്തുനിന്ന് വിഷയിലേക്ക് കിട്ടും. കേരള പഴനി. ഈ അമ്പലം എല്ലാവരും റീൽസിൽ കണ്ടുണ്ടാവും. റീൽസിലൊക്കെ മഴക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റാണ് അമ്പലം. ആ കൂടുതലൊക്കെ ആവണുള്ളൂ. മക്കളെ അവിടെ അവിടെ അങ്ങനെ പോലെ വേണ്ട ഒരു 10ഓളം കളിക്കുന്നുണ്ട്. അപ്പം അതിൽ കുറച്ചെണ്ണത്തിന് പുറത്തേക്ക് വരാൻ പറ്റില്ലെന്ന് കേട്ടാൽ നമ്മുടെ ഇവിടെ കുറെ മൃഗങ്ങള് ഐസൊലേഷൻ വാർഡിലുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് കടുവേനെ കുറിച്ചിട്ടാ. ആ കടുവകളിൽ നിന്നും പുറത്തേക്ക് നേരത്തെ കണ്ടില്ലേ അതുപോലെ പുറത്തേക്ക് വിടാൻ പറ്റില്ല. അതൊക്കെ മനുഷ്യന്റെ മാംസമൊക്കെ തിന്ന് പഠിച്ചിട്ടുള്ളതാ. നരഭോജികളായിട്ടുള്ള കടുവകളാ. ലെഫ്റ്റിക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടോപ്പ് വ്യൂ കിട്ടും താഴ്ത്തിക്കുള്ളത്. ശരിക്കും ഉള്ളതാവാറുണ്ട്. ഇപ്പൊ കൊണ്ടുവന്ന കിടന്ന് മുഴുവൻ കിടക്കാം. ഇപ്പൊ ആ ഹിപ്പോരുന്നൊക്കെ എന്തോടെ കഷ്ടപ്പെട്ട് നമ്മള് കണ്ടതല്ലേ. എത്ര കൂടുതൽ വിളിച്ചു കിടക്കുന്ന അറിയാം. പഴക്കാലത്തുണ്ടല്ലേ പിന്നെ ബ്രേക്ക് ഇല്ല. വെള്ളം മങ്കീസ് നമ്മൾ ഫസ്റ്റ് മാനുകളൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മങ്കീസിനുള്ള ഏരിയ. അവിടെ സിംഹവാലം എല്ലാ ടൈപ്പ് മങ്കീസ് ഉണ്ട്. പക്ഷെ അതവിടെ ഇറങ്ങി പോയിട്ട് ഉള്ളി പോയിട്ട് കാണണം. വണ്ടി തിരിച്ചിട്ട് നിർത്തി തരാം. ഇവിടെ യാത്ര പറയണ്ട അങ്ങനെ പറഞ്ഞേ. മുതലെന്നെ കാണാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കിക്കോ. മുതൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കണ്ട്.
ഷെഫി നിങ്ങൾ റോട്ടിൽ ബൈ റോഡ് ഇറങ്ങാം. ഞാൻ ചെപ്പടിക്കാം ഇതാണ്. ആ ഓ എവിടെ നിർത്തിയതാ? ആടല്ല ഫ്രണ്ടിക്കല്ലേ കോണ്ടാക്ട് ഫസ്റ്റ് നിർത്തില്ലേ മാനുകളൊക്കെ കണ്ടില്ലേ പ്രാവിനൊക്കെ അതിനപ്പുറത്ത് ബേഡ്സ് അല്ല മോളാത്തല്ല നോക്കി